ഫാസിസം ശക്തി പ്രാപിക്കുമ്പോൾ ഇടതുപക്ഷം ദുർബലമാവുകയാണെന്ന് എഴുത്തുകാരൻ സക്കറിയ. ഇടതുപക്ഷമെന്ന് കരുതിയവർ പോലും ഫാസിസത്തിലേക്ക് മാറുകയാണെന്നും സക്കറിയ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ചിന്താരവി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സക്കറിയ. ചിന്താരവിയുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചടങ്ങിനെത്തി. രാജ്യത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നവബോധം ഇല്ലാതാവുകയാണെന്ന് പറഞ്ഞ സക്കറിയ, ചിന്താരവിയെ പോലുള്ളവർ പങ്കുവച്ച പ്രതീക്ഷകൾ ഓരോ ദിവസവും മരീചികയായി മാറുകയാണെന്നും പറഞ്ഞു. പുതിയ സമീപനങ്ങളുടെ പ്രതിരോധം, പ്രതീക്ഷകൾ അവസാനിപ്പിക്കാത്ത ഒരു ചെറുത്തുനിൽപ്പ്, നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ പ്രതിരോധത്തിന്റെ മുഖങ്ങളാണ്. മിത്തുകളാണിപ്പോൾ രാജ്യം ഭരിക്കുന്നതെന്നും വ്യവസ്ഥിതിക്കെതിരെ ചോദ്യങ്ങളുയർത്തിയ ചിന്താരവിയുടെ സൃഷ്ടികൾ ഇന്നും പ്രസക്തമാണെന്നും എഴുത്തുകാരൻ സുനിൽ പി ഇളയടം പറഞ്ഞു. ചിന്താരവി രചിച്ച രവീന്ദ്രന്റെ യാത്രകൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മരുമകൾ തത്യാനയ്ക്ക് നൽകിയാണ് പുസ്തകത്തിന്റെ പുനഃപ്രകാശനം നടത്തിയത്. രാഷ്ട്രീയത്തിനപ്പുറം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്ന് മനുഷ്യരെ കാണാൻ ശ്രമിച്ച മനുഷ്യസ്നേഹിയായിരുന്നു രവിയെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ അനുസ്മരിച്ചു. മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായ സദാനന്ദൻ മേനോൻ അടക്കമുള്ള നിരവധി പ്രമുഖർ ചിന്താരവിയോടൊത്തുള്ള ഓർമ്മകൾ പങ്കുവച്ചു. ചിന്താരവി ഫൗണ്ടേഷനാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന KR മോഹനനെയും ചടങ്ങിൽ അനുസ്മരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.